തിരുവനന്തപുരം ശ്രീകാര്യം സപ്ലൈകോ പീപ്പിൾ ബസാറിൽ ക്രമക്കേട് കണ്ടെത്തി. സപ്ലൈകോ ഫ്ലൈയിംഗ് സ്ക്വാഡിന്റെ പരിശോധനയിലാണ് സ്റ്റോക്കിലും പണത്തിലും ക്രമക്കേട് കണ്ടെത്തിയത്. 10 ലക്ഷത്തിലധികം രൂപയുടെ ക്രമക്കേടുണ്ടെന്നാണ് നിഗമനം. റിപ്പോർട്ട് ലഭിച്ച ശേഷം നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി GR അനിൽ അറിയിച്ചു. വിവരങ്ങളുമായി ഷിജോ കുര്യനുണ്ട്. ഷിജോ, ഒരു മിന്നൽ പരിശോധനയായിരുന്നു നടത്തിയത്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? ഹരി, കഴിഞ്ഞ ഓണക്കാലത്ത് സപ്ലൈകോയ്ക്ക് മുമ്പെങ്ങും ഇല്ലാത്ത വിധം വലിയ വിൽപ്പനയാണ് സപ്ലൈകോ ഔട്ട്ലെറ്റിൽ ഉണ്ടായത്. 386 കോടി രൂപയുടെ ചരിത്രകാല വിൽപ്പന സപ്ലൈകോയുടെ ഔട്ട്ലെറ്റുകളിൽ നിന്ന് സപ്ലൈകോയ്ക്ക് ലഭിച്ചിരുന്നു. അത് മാത്രമല്ല, എല്ലാ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ നിന്നും വലിയ വിറ്റുവരവ് സപ്ലൈകോയ്ക്ക് ലഭിക്കുകയും ചെയ്തതാണ്. അതിന് പിന്നാലെ നടത്തിയ ഒരു പരിശോധനയിലാണ് സപ്ലൈകോയുടെ ഫ്ലൈയിംഗ് സ്ക്വാഡ് തിരുവനന്തപുരം ശ്രീകാര്യത്ത് പ്രവർത്തിക്കുന്ന സപ്ലൈകോ പീപ്പിൾസ് ബസാറിൽ നടത്തിയ ഒരു പരിശോധനയിലാണ് ലക്ഷക്കണക്കിന് രൂപയുടെ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നുള്ള കണ്ടെത്തൽ നടത്തിയത്. അതിനകത്ത് പറയുന്നത് സ്റ്റോക്കിലും പണത്തിലും വൻ തരത്തിലുള്ള ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നടത്തിയ പരിശോധനയിൽ ഫ്ലൈയിംഗ് സ്ക്വാഡിന് ലഭിച്ച വിവരങ്ങൾ. അതിനകത്ത് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സപ്ലൈകോയുടെ ശ്രീകാര്യം പീപ്പിൾസ് ബസാറിൽ നിന്ന് ഈ സ്റ്റോക്കിലും പണത്തിലും ബാങ്കിൽ അടച്ച തുക, അതുപോലെ തന്നെ വിൽപ്പന നടത്തിയ തുക, ഈ രണ്ടിലും വലിയ തരത്തിലുള്ള അന്തരമുണ്ട് എന്നുള്ള കണ്ടെത്തലാണ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. അത് മാത്രവുമല്ല, 10 ലക്ഷത്തിലധികം രൂപയുടെ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ കൂടി ഫ്ലൈയിംഗ് സ്ക്വാഡ് കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോഴും പീപ്പിൾസ് ബസാർ അടച്ചിട്ടുകൊണ്ട് പരിശോധനയും മറ്റു കാര്യങ്ങളും വിവരശേഖരണവും ഒക്കെ നടക്കുകയാണ്. ഇത് സംബന്ധിച്ചുകൊണ്ട് അല്പസമയം മുമ്പ് മന്ത്രി GR അനിലുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് 10 ലക്ഷം രൂപയ്ക്ക് അടുത്ത് ക്രമക്കേട് നടന്നിട്ടുണ്ടെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ ഈ ഫ്ലൈയിംഗ് സ്ക്വാഡിന്റെ റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്ക് കുറ്റക്കാരായിട്ടുള്ള ആളുകൾക്കെതിരെ കടുത്ത നടപടി, വിട്ടുവീഴ്ചയില്ലാത്ത നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി GR അനിൽ അറിയിച്ചിട്ടുണ്ട്. റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്കായിരിക്കും നടപടി സ്വീകരിക്കുക. എന്തായാലും സപ്ലൈകോ ഔട്ട്ലെറ്റിൽ നിന്ന് 10 ലക്ഷത്തിലധികം രൂപയുടെ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നാണ് ഫ്ലൈയിംഗ് സ്ക്വാഡിന്റെ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുള്ള പ്രാഥമികമായിട്ടുള്ള വിവരം. ഹരി.